അതൊക്കെ വെറും ഞാൻ പറയുന്നതൊക്കെ വെറും കള്ളത്തരാന്നേ പറഞ്ഞത്. കാരണം ഒരു പാടുമില്ല. അതൊരു വലിയൊരു കാര്യമുണ്ട്. ശരിക്കും പറയാൻ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ തുച്ഛമായ എമൗണ്ടിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. എനിക്ക് ടെൻഷനുള്ളൊരു കാര്യമായിരുന്നു. അതായത് ഈ പാർട്ട് ടൈമിൻ്റെ യൂറോപ്പിലേക്ക് പഠിക്കാൻ വരിക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ മിക്ക കുട്ടികളുടെയും ഒരു വലിയൊരു ആഗ്രഹമാണ്. ഇപ്പം മിക്ക കുട്ടികളും തിരഞ്ഞെടുക്കുന്നത് ജർമ്മനിയാണ് യൂറോപ്പിലേക്ക് പഠിക്കാൻ വരുന്നതെന്ന്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ജർമ്മനിയിൽ പഠിക്കുന്ന അവറാച്ചനാണ്. എൻ്റെ ഒഫീഷ്യൽ പേര് നിതിനാണ്. അവറാച്ചൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നിതിൻ ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഞാനിപ്പോൾ 1.5 വർഷം കഴിയുന്നു. ഞാൻ 2022 വിൻ്റർ ഇൻടേക്കിലാണ് ഇവിടെ എത്തിയത്. അപ്പം ഇപ്പോൾ ഈ വിൻ്റർ ആകുമ്പോൾ 2 വർഷം. ഈ യൂറോപ്പിലേക്ക് പഠിക്കാൻ വരുമ്പോൾ ഇവിടെ ജർമ്മനിയിലെ ഒരു പ്രത്യേകതയുണ്ട്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അതിൻ്റെ വ്യത്യാസം എന്താണ്? പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ കൂടുതലും ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്നതാണ്. അപ്പം പബ്ലിക്കിലാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും സ്റ്റുഡൻസിന്. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മൾ കയ്യിൽ നിന്ന് നമ്മുടെ കാശ് മുടക്കി നമ്മൾ പഠിക്കണം. നമ്മുടെ നാട്ടിലെ പോലെ ഒരു വിദ്യാഭ്യാസം ഒരു ബിസിനസ്സാണ് ഈ പ്രൈവറ്റ്. അതെ, പ്രൈവറ്റ് ഒരു ബിസിനസ്. അച്ഛനിപ്പം പഠിക്കുന്നത് MBA ആണ്. അപ്പോൾ അതിനൊരു എത്ര ഫീസൊക്കെ വരും 2 വർഷത്തെ MBA കോഴ്സിനൊക്കെ? ഞാൻ പഠിക്കുന്ന കോഴ്സ് 1.5 വർഷത്തെ കോഴ്സാണ്. അപ്പം അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ കോഴ്സ് എടുക്കുന്ന സീറ്റ് അനുസരിച്ചിരിക്കും. ഇപ്പം എൻ്റെ കോഴ്സിന് 17,000 യൂറോ ഉണ്ട്. ഏതാണ്ട് ഒരു 17 ലക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. രൂപയോളം അത്രയും വരും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ബ്ലോക്ക്ഡും കാണിക്കുമ്പോൾ അതിന് മുകളിൽ പോകും. നമ്മളിവിടെ നാട്ടിൽ ബ്ലോക്ക് ചെയ്ത് വെക്കണം പൈസ അല്ലേ ഇവിടുത്തെ എക്സ്പെൻസിന് വേണ്ടി? ഇവിടെ എൻ്റെ എക്സ്പാട്രിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് 931 യൂറോ അക്കൗണ്ട്. ഇപ്പം അത് പിന്നെയും ഓരോ ഇയർ അത് മാറിക്കൊണ്ടിരിക്കും. ഞാൻ വന്ന സമയത്ത് 931 ആയിരുന്നു. അപ്പോൾ നമ്മൾ 11,000 സംതിങ് എങ്ങാണ്ട് ഞാൻ അക്കൗണ്ടിൽ ഇട്ടു. എല്ലാ മന്തും 931 എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ MBA പോലുള്ള കോഴ്സിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയുണ്ട് ഇവിടെ? ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലാംഗ്വേജ് അറിയാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ജോബ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ നാട്ടിലുള്ള ബ്ലോഗേഴ്സും ഏജൻസികളൊക്കെ പറയുന്നത് ഇവിടെ ലാംഗ്വേജ് വേണ്ട, ഇംഗ്ലീഷ് മതി. അപ്പം അതൊക്കെ വെറും ഞാൻ പറയുന്നതൊക്കെ വെറും കള്ളത്തരാന്നേ പറഞ്ഞത്. കാരണം ലാംഗ്വേജ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അഥവാ കിട്ടത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, കിട്ടിയാലും ഇപ്പം ഞാൻ ലാംഗ്വേജ് അറിയാത്ത ഒരാളാണ്, ചേട്ടൻ ലാംഗ്വേജ് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും എൻ്റെ ജോലി ഒരു പ്രശ്നത്തിലായിരിക്കും. ലാംഗ്വേജ് അറിയാവുന്നവനായിരിക്കും എപ്പോഴും പ്രിഫറൻസ് കൂടുതൽ. എത്ര വർഷം സ്റ്റേ ബാക്ക് കിട്ടും നമുക്കിപ്പം? ഒരു 1.5 വർഷത്തെ സ്റ്റേ ബാക്ക്. അപ്പം 3 വർഷത്തോളം നമുക്കിവിടെ നിൽക്കാം. പാർട്ട് ടൈം ജോലി ചെയ്യാം. പാർട്ട് ടൈം 20 മണിക്കൂർ ഒരാഴ്ചയിൽ? അതെ, ഒരാഴ്ച 20 മണിക്കൂർ. ഓക്കെ. അപ്പം നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പെൻസ് ഒക്കെ അതിൽ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റും? സുഖമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും. അത് എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. വന്ന സമയത്ത് എല്ലാ സ്റ്റുഡൻസിനെ പോലെയുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിരുന്നു. എനിക്ക് ടെൻഷനുള്ളൊരു കാര്യമായിരുന്നു. അതായത് ഈ പാർട്ട് ടൈമിൻ്റെ സാലറി കൊണ്ട് നമുക്ക് ലോണും അടച്ച് കാര്യങ്ങളും നടത്താൻ പറ്റുമെന്ന്. എല്ലാ കാര്യങ്ങളും നടക്കും. പിന്നെ ഈ നമ്മുടെ ലോണും അടഞ്ഞു പോകും. പിന്നെ ഇവിടെ ഒരു 120 യൂറോ എക്സ്ട്രാ നമുക്കാവുന്നുണ്ട് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിന്. അത് എനിക്കൊന്ന് വ്ളോഗേഴ്സൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. 120 യൂറോ നമ്മൾ എക്സ്ട്രാ ടോട്ടൽ എക്സ്പെൻസിൽ കൂടെ 120 യൂറോ എല്ലാ മാസം നമ്മുടെ കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ അറൗണ്ട് ഒരു അപ്രോക്സിമേറ്റ് ഒരു 10-700 യൂറോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റും. അതായത് ഫുഡ്, അക്കോമഡേഷൻ, ഈ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാം കൂടെ 700 യൂറോ ഉണ്ടെങ്കിൽ. അപ്പം പറഞ്ഞിരുന്ന ഇൻടേക്കിൻ്റെ കാര്യം, ജനുവരി വിൻ്റർ ഇൻടേക്ക് അതെങ്ങനെയാണ്? ഒരു വർഷത്തെ നമുക്ക് എപ്പോഴാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് കോഴ്സിന്? വിൻ്റർ ഇൻടേക്കിനേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ വന്നത് 2022 ഇൻടേക്ക് എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ ഇൻടേക്കിൽ ഈ APSൻ്റെ സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുക, ഡേറ്റ് എടുക്കുക, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുക, കയറി പോരുക. IELTS പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ വരുന്ന സ്റ്റുഡൻസിന് APS എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി APSന് ഒരു സ്ലോട്ട് എടുക്കണം. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്. അത് കോഴ്സ് ഈ വിൻ്റർ ഇൻടേക്കിന് എത്രയും നേരത്തെ APS നമ്മൾ APS എന്താണത്? APS എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ വെരിഫൈ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ജെന്യൂനിറ്റിയും കാര്യങ്ങളും ഒക്കെ അത് ഒത്തിരി ഫേക്ക് ആയിട്ടുള്ള ഈ സംഭവം വന്നു കഴിഞ്ഞപ്പോൾ, ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു വെരിഫിക്കേഷന് വേണ്ടി നമ്മളൊരു 18,000 16,000 എത്രയൊരു എമൗണ്ട് നമ്മളത് അടച്ചു കഴിഞ്ഞാൽ അതവർ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ വെരിഫൈ ചെയ്ത് തരും. അപ്പോൾ അതിൻ്റെ കോഡുണ്ട്. ആ കോഡ് വെച്ചായിരിക്കും നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് നടത്തുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഈ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ? പറ്റും. ഏജൻസി ഇല്ലാതെ തന്നെ നമുക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? ഒരു പാടുമില്ല. അതൊരു വലിയൊരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ തുച്ഛമായ എമൗണ്ടിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും.
ഈ ഏജൻസിക്ക് നമ്മൾ കൊടുക്കുമ്പോഴത്തേന് 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ അവർ ചാർജ് ചെയ്യും. ചിലർ 3 ലക്ഷം രൂപ വരെ ചാർജ് ചെയ്യുന്നുണ്ട്. എന്നോട് പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം 3.5 ലക്ഷം രൂപ വരെ ചാർജ് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്. പക്ഷേ ഇത് നമുക്കിത് കറക്റ്റ് രീതി നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഈ പബ്ലിക് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാനുള്ളത് വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനും. അപ്പം ഈ ഇൻടേക്കിൻ്റെ കാര്യം പറഞ്ഞത് വർഷത്തിൽ എത്ര തവണയാണ് നമുക്ക് ഇൻടേക്ക് വരുന്നത്? വർഷത്തിൽ 2 ഇൻടേക്കാണ്, സമ്മർ ഇൻടേക്ക്, വിൻ്റർ ഇൻടേക്ക്. അതിപ്പം ജൂൺ ജൂലൈ സമയത്താണോ? അതെ, സമ്മർ ഇൻടേക്ക് വരുന്നത് മാർച്ച് ഏപ്രിൽ ആ ടൈം ആയിരിക്കും. ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ. വിൻ്റർ വരുന്നത് ആസ് യൂഷ്വൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ. ഈ വിൻ്റർ ഇൻടേക്കിന് വേണ്ടിയുള്ള കുട്ടികൾക്ക് ഇപ്പം വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. വിൻ്റർ ഇപ്പോൾ സമയമായി. വിൻ്ററിന് ഇപ്പോൾ അപ്ലൈ ചെയ്താലേ ഉള്ളൂ നമുക്ക് വിൻ്റർ വരാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പം പിന്നെ മറ്റൊരു കാര്യം, ഈ ജർമ്മനിയിലെ പല സിറ്റികളുണ്ട്. ഇപ്പം മ്യൂണിക്കുണ്ട്, പിന്നെ ഹാംബർഗ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഹാംബർഗിലാണുള്ളത്, ബെർലിനുണ്ട്. അപ്പോൾ ഈ സിറ്റികൾ തമ്മിൽ എക്സ്പെൻസിലൊക്കെ വ്യത്യാസമുണ്ടോ? ഉണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ വന്ന സമയത്തൊക്കെ ഹാംബർഗ് നല്ല ചീപ്പായിരുന്നു, ഇപ്പം കൂടി. ഇപ്പോൾ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റി ഏതാണ്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ മ്യൂണിക്കാണെന്ന് തോന്നുന്നു. കാരണം നല്ല എക്സ്പെൻസീവാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മ്യൂണിക്ക് അത്യാവശ്യം. ഇപ്പോൾ ഈ ടെക്നിക്കൽ കോഴ്സിനാണോ അതോ MBA പോലുള്ള കോഴ്സിനാണോ ജോലി സാധ്യത കൂടുതൽ? അത് ഡിപ്പെൻസ് ആണ്. അത് നമുക്ക് പറയാം IT ഫീൽഡാണ്. അത് ഒരു വലിയൊരു കാര്യമുണ്ട്. ഈ IT റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ, അതായത് സ്കിൽഡ് കാറ്റഗറി വരുന്ന ജോലികൾക്ക് 39,000 euro പെർ ആനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂ കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ജോലികൾ ഭയങ്കരമായിട്ട് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഞാനൊക്കെ മാനേജ്മെൻറ്റ് സ്റ്റുഡൻസ്. അപ്പം ഞങ്ങളുടെ കോഴ്സസിൻ്റെ 44,000 സംതിങ് എന്തോ ആണ് ഞങ്ങളുടെ ആനുവൽ ഇൻകം വരേണ്ടത്. അപ്പോൾ ഒരു ഫുൾ ടൈമിൽ കയറിയാൽ 44,000 ഉണ്ടെങ്കിൽ എനിക്കും ഈ ബ്ലൂ കാർഡ് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ജോബ് വിസ കിട്ടുന്നു, പിന്നീട് അത് പിന്നെ പെർമനന്റിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. അതെ. അപ്പം ഇപ്പം നമ്മുടെ പിന്നിൽ കാണുന്നത് ഈ എയർബസിൻ്റെ മാനുഫാക്ചറിങ്ങും ഇത് വലിയൊരു ഫെസിലിറ്റിയാണ് ജർമ്മനിയിൽ, ഹാംബർഗിൽ. ലോകത്തിലെ ഏറ്റവും വലിയ എയർബസ് A380 എന്ന് പറഞ്ഞ മോഡലൊക്കെ ഇവിടെയാണ് റിപ്പയർ ചെയ്യുന്നതൊക്കെ. അപ്പം ഈ ധാരാളം കമ്പനികളൊക്കെ ഉള്ള ഒരു നാട് തന്നെയാണ്. എനിക്കൊന്ന് മാനുഫാക്ചറിങ് കമ്പനികൾ, ഓട്ടോമൊബൈൽ കമ്പനികൾ, IT കമ്പനികളൊക്കെ ഉള്ള ഒരു രാജ്യം തന്നെയാണ്. യൂറോപ്പിൽ അതിന് ഏറ്റവും ഗ്രോത്തുള്ളൊരു കൺട്രി തന്നെയാണ്. അതെ. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. അതായത് എൻ്റെ കുറേ ഫ്രണ്ട്സ് കാനഡ, UK അങ്ങനെയുള്ള രാജ്യങ്ങളിൽ കോഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഈ ഇൻ്റർനാഷണൽ ബിസിനസ് എടുത്തിട്ട് വേറെ കോഴ്സ് എടുത്ത ഒത്തിരി പേര് എനിക്കറിയാം. പക്ഷേ എൻ്റെ അറിവിൽ എനിക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് പഠിച്ചിട്ട് ഇവിടെ ജർമ്മനി രക്ഷപ്പെട്ട ഒത്തിരി പേരെ അറിയാം. അപ്പം എന്നോടൊരാളിപ്പോൾ പുറത്ത് കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ് ആണെന്ന് പറയുമ്പോൾ ഞാൻ പറയും എൻ്റെ അവിടെ എടുക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. ഏത് രാജ്യത്താണെങ്കിലും എനിക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് ക്വാളിഫൈ ആയുള്ള ഒരാളെ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാവരും അത് എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇൻ്റർനാഷണൽ ബിസിനസ് എടുത്ത് രക്ഷപ്പെട്ട ഒത്തിരി പേരെ ഞാൻ പേഴ്സണലി പരിചയപ്പെട്ടിട്ടുണ്ട് ഇവിടെ. പിന്നെ വൈഡ് വെറൈറ്റീസ് ഓഫ് കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്ന എയർബസിൽ തന്നെ ഒത്തിരി മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മൾ ഓരോ കമ്മ്യൂണിറ്റിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും കൂടുതൽ ആൾക്കാരും എയർബസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇവിടെ പഠിച്ചിറങ്ങിയ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഓട്ടോമൊബൈൽ കമ്പനികളുണ്ട്, ഇതുപോലുള്ള എയർബസ് പോലുള്ള കമ്പനികളുണ്ട്. എല്ലാം നമുക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതെ. അപ്പം ഈ സ്വന്തമായിട്ട് ജോലി അല്ലെങ്കിൽ സ്റ്റുഡൻ്റായിട്ട് വരുന്നവർക്ക് വേറെ എന്തെങ്കിലും കടമ്പകളുണ്ടോ? കടമ്പകളെന്ന് പറഞ്ഞാൽ ഇല്ലാതെ വരാൻ, നേരിട്ട് വരാൻ കടമ്പകളില്ല. പക്ഷേ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാനൊരു കാര്യം, എനിക്കിവിടെ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആൾക്കാർക്ക് എത്രമാത്രം അത് ഉപകാരപ്പെടുമെന്ന് എനിക്കറിയില്ല. അതായത് ഒരുപാട് ആൾക്കാർ എൻട്രി വരുന്നത് കൊണ്ട് വൺസ് നമ്മളിവിടെ വന്ന് പാർട്ട് ടൈമിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ഫുൾ ടൈമിലേക്ക് എത്തുമ്പോൾ നമുക്ക് ജോലി എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് കിട്ടാൻ വളരെ ചാൻസസ് ഉണ്ട്. അതായത് ഈ നമ്മുടെ ലാംഗ്വേജ് ഒക്കെ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ജോലികളുണ്ട്. പക്ഷേ ഈ പാർട്ട് ടൈമിൻ്റെ സമയത്ത് ജോലി കിട്ടാൻ നല്ല പാടുണ്ട്. കാരണം അതുപോലെ സ്റ്റുഡൻസ് വരുന്നത് കൊണ്ട് നമുക്കിപ്പോൾ ജോലിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട് ടൈം കിട്ടാൻ നല്ല പാടുണ്ട്. പക്ഷെ വൺസ് നമ്മൾ ആ ഒരു കടമ്പ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാംഗ്വേജ് അറിയാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കയറി അങ്ങ് പൊക്കോളും. പക്ഷെ ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ഭയങ്കര പാടാണ് ഈ ഒരു സ്റ്റുഡൻറ് ലൈഫിൽ. അപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം നല്ലൊരു ഗോളോടുകൂടി വേണം വരാൻ. സർവൈവ് ചെയ്യുന്നതിന് പകരം നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ജോലി കിട്ടണം, നല്ല ശമ്പളം വേണം. അപ്പോൾ ആ ഒരു ഗോളും അത് മനസ്സിലുള്ളവർ അതിന് പറ്റിയ കോഴ്സുകൾ സെലക്ട് ചെയ്യണം. വന്നില്ലെങ്കിൽ പിന്നെ കഷ്ടപ്പാടായിരിക്കും. അതെ. കാരണം ഞാനിപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മടുത്ത് കഴിഞ്ഞാൽ പോയി. എനിക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളൊക്കെ നല്ല സ്ട്രഗ്ലിംഗ് ഫേസിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ അത് ഓവർകം ചെയ്ത് അതിലേക്ക് എത്തണം. അപ്പം അതിന് വില്ലിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് വരാൻ പറ്റിയൊരു രാജ്യം തന്നെയാണ് ജർമ്മനി. അതെ. ഓക്കെ. അപ്പം താങ്ക് യു അവറാച്ചൻ. ഓക്കെ, ബൈ.